അത് കർണാടക തെരഞ്ഞെടുപ്പും അടുത്ത തെലങ്കാന ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പണിയാണ്. ഈ വി ഡി സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതിന് രണ്ട് കാരണങ്ങളുണ്ട്. അധികാരത്തിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പൈസയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും വി ഡി സതീശൻ നിൽക്കത്തില്ല. 10 വർഷക്കാലമായി അധികാരത്തിലില്ലാത്ത ഒരു മുന്നണിയാണ് യു ഡി എഫ് അധികാരം തിരിച്ചുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് പണവും കൂടി ഇറക്കിയാൽ മാത്രമേ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റൂ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് KPCC വലിയ കടക്കണിയിലാണ്, അല്ലെങ്കിൽ ഈ 2 സ്റ്റേറ്റുകളിലെ കമ്മിറ്റികളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി കുറച്ച് പൈസ കൊടുക്കുമെങ്കിൽ പോലും പലപ്പോഴും പല കാര്യങ്ങൾക്കും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശ് മുടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാജേട്ട നമസ്കാരം. രാജേട്ട, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ പണം കടമായി കൊടുത്തിരിക്കുന്നത് 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് തെലങ്കാന സംസ്ഥാന കോൺഗ്രസും, അതോടൊപ്പം തന്നെ ഒന്ന് കർണാടകയിലെ DK ശിവകുമാറും. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഭരണത്തിലേറിയതിനു ശേഷം അവിടുത്തെ കർണാടക തെരഞ്ഞെടുപ്പും അടുത്ത തെലങ്കാന ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പണിയാണ്. ഈ വി ഡി സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതിന് 2 കാരണങ്ങളുണ്ട്. അധികാരത്തിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പൈസയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും വി ഡി സതീശൻ നിൽക്കത്തില്ല. വി ഡി സതീശൻ നേരെ വനവാസത്തിന് പോകും. ഇതാര് വേണമെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനോ എന്ത് വേണമെങ്കിലും ഏറ്റെടുത്തു എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. ഭരണത്തിലേറാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 സംസ്ഥാനങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പണമൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിന് സാധിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സില്ലി ആയിട്ടുള്ളൊരു വിഷയമായിട്ട് തോന്നി. പക്ഷേ വളരെ ഗൗരവകരമായിട്ടൊരു വിഷയം തന്നെയാണ്. അടുത്ത പ്രാവശ്യം നടക്കുന്ന തെലങ്കാന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ കർണാടക തെരഞ്ഞെടുപ്പിലും മുമ്പായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു അവസ്ഥയെ? ഈ കർണാടക കോൺഗ്രസും അതുപോലെ തന്നെ തെലങ്കാന കോൺഗ്രസും സാമ്പത്തികമായി നല്ല ഭദ്രതയിലുള്ള 2 ഘടകങ്ങളാണ്. 2 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളാണ്. അവർ കൂടി കോൺഗ്രസിന് ഇത്തവണ സഹായിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ഇലക്ഷൻ പദ്ധതികൾ ആകെ പാളിപ്പോയേനെ. കാരണം 10 വർഷക്കാലമായി അധികാരത്തിലില്ലാത്ത ഒരു മുന്നണിയാണ് യു ഡി എഫ് അധികാരം തിരിച്ചുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് പണവും കൂടി ഇറക്കിയാൽ മാത്രമേ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റൂ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിൽ നമ്മൾ കാണേണ്ടത് അത്രയുള്ള വലിയ പ്രതീക്ഷകളില്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ കോർപ്പറേറ്റുകളൊന്നും അങ്ങനെ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമായിരുന്നില്ല എന്ന് മാത്രമല്ല, 4 മാസം മുന്നേ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം ലഭിക്കാവുന്ന പണമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ആ ഇലക്ഷൻ മുന്നോട്ട് കണ്ടത്. ആ ഇലക്ഷന് കിട്ടാവുന്ന പണം മൊത്തം ശേഖരിക്കുകയും ഇലക്ഷനിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തതോടുകൂടിയാണ് കോൺഗ്രസിന് കുറച്ചും കൂടി പ്രതീക്ഷയുണ്ടായത്. കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ പറ്റും, LDFന് ഭരണ തുടർച്ച നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ പല കോണുകളിൽ എടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിന് ഫണ്ട് ഷോർട്ടേജ് വലിയ ഭീകരമാണ്. AICCക്ക് സഹായിക്കാതിനൊക്കെ പരിമിതികളുണ്ട്. AICCക്ക് പൈസ വരണമെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ അധികാരത്തിലുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മറ്റ് പല സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഭരണത്തിലിരിക്കുന്ന കർണാടകത്തിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിന് ഒരു ഫണ്ട് നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും കുറച്ച് 2 വർഷങ്ങൾ കഴിഞ്ഞ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പണം അവിടെ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെൻറ്റിലാണ് ഈ പൈസ കൊടുക്കുന്നത്. അല്ലാതെ മറ്റ് കക്ഷികളൊക്കെ ആരോപിക്കുന്നത് പോലെ കോടിക്കണക്കിന് രൂപ ഈ 2 സ്ഥലങ്ങളിൽ നിന്നും പമ്പ് ചെയ്യപ്പെട്ടുവെന്നും അവർക്ക് അവരുടെ പൈസേൻ്റെ തണലിലാണ് ഇവിടെ ഇലക്ഷൻ നടന്നത് എന്നൊക്കെ ആരോപിക്കുന്ന പോലെ ശക്തമല്ല. ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് KPCC വലിയ കടക്കണിയിലാണ്, അല്ലെങ്കിൽ ഈ 2 സ്റ്റേറ്റുകളിലെ കമ്മിറ്റികളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് 2021 രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരപ്രചാരകൻ എന്ന് പറയുന്നത്. 2024 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് രാജസ്ഥാനിൽ ഭരണത്തിലിരുന്ന പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതൽ സഹായം കിട്ടിയത് രാജസ്ഥാനിൽ നിന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് കർണാടകയിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തെലങ്കാന രേവന്ത് റെഡ്ഡിയുടെ, അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിക്ക് ഈ കേരളത്തോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ വലിയ നിർണായകമായ പങ്കുവഹിച്ച ഇതിൽ നിരീക്ഷകരൊക്കെയായി പോയത് മലയാളികളായിരുന്നു. അതുപോലെ തന്നെ കർണാടകത്തിലെ DK ശിവകുമാറിന് KC വേണുഗോപാലുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. കാരണം അവിടെ
ഭരണമില്ലാത്തിരുന്ന ഒരു സാഹചര്യത്തിൽ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി ഡി കെ ശിവകുമാർ നന്നായി മെനക്കെട്ടിട്ടാണ് കർണാടകത്തിൽ അധികാരത്തിലേക്ക് വന്നത്. അവിടെ ഇപ്പോൾ കേരളത്തിലത്തെ പോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് 10 ദിവസത്തേക്ക് അവിടെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ മുഖ്യമന്ത്രി മാറണം എന്നും ഡി കെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം എല്ലാ ആഴ്ചയിലും ഡൽഹിയിൽ പോവുകയും AICC ആസ്ഥാനത്ത് പോയി ഈ ആവശ്യം ഉന്നയിക്കുകയും അവർ തിരിച്ചു വരികയും അതല്ല ഇപ്പോൾ ഉള്ള മന്ത്രിമാരെ പലരെയും മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ചില ആളുകൾ ഇപ്പോഴും ഡൽഹിയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കർണാടകത്തിലെ ഭരണം തീരുന്നത് വരെ ഈ മുഖ്യമന്ത്രി വിഷയം വീണ്ടും എല്ലാ കാലത്തും അവിടെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. രേവന്ത് റെഡ്ഡി കുറച്ചും കൂടി ഒരു ശത്രുക്കളില്ലാത്ത നിലയിലാണ് രേവന്ത് റെഡ്ഡി മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേരളത്തിലെ ഇലക്ഷന് പൂർണ്ണമായും അത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായത് വരുന്ന ഇലക്ഷനിൽ എന്തായാലും കേരളത്തിൽ അധികാരത്തിൽ വരും. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും വരുന്ന ഇലക്ഷനിൽ വലിയ രീതിയിൽ കൈയച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാവും എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു സഹായം അഭ്യർത്ഥിച്ചത്. എനിക്കൊരു തെലങ്കാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം അവിടെ എന്ത് കാര്യത്തിനും പൈസയാണ്. ഒരു സ്ഥലം മാറ്റത്തിന് അവിടെ മാത്രമല്ല, നമ്മൾ അറിയേണ്ടത് കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും എന്ത് സംഭവിക്കണമെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസിനൊക്കെ കാശ് കൊടുത്താൽ മാത്രമേ രാഷ്ട്രീയ നേതാക്കന്മാർക്കും കാശ്. രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് നേടുന്നത്. ഇപ്പം കേരളത്തിൽ നടക്കുന്ന പോലെയല്ല മറ്റ് സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പിന് നേടുന്നത്. അപ്പം ആരാണോ സ്ഥാനാർത്ഥിയായി വരുന്നത് ആ സ്ഥാനാർത്ഥി തന്നെ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ വിജയിച്ചു വരാനുള്ള മുഴുവൻ തുകയും കണ്ടെത്തണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം. ഇപ്പം ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ അല്ല പല സ്ഥലത്തും നടക്കുന്നത്. ജനങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുത്തുകൊണ്ടുള്ള ഇലക്ഷനാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കറപ്റ്റഡ് ആവുന്നത്. അവർ 5 വർഷത്തിൽ ഭരണത്തിലിരിക്കുന്ന സമയത്ത് പണം പരമാവധി സ്വരൂപിച്ച് വെച്ചിട്ടാണ് അടുത്ത ഇലക്ഷനെ നേരിടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും ഏറെക്കുറെ അത്തരത്തിലുള്ള ചില സിസ്റ്റങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ട ഫണ്ട് കണ്ടെത്തി ചെലവഴിക്കണം എന്നുള്ളത്. ഇപ്പം പാർട്ടി കുറച്ച് പൈസ കൊടുക്കുമെങ്കിൽ പോലും പലപ്പോഴും പല കാര്യങ്ങൾക്കും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശ് മുടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പം നേരത്തേക്ക് കോൺഗ്രസിന് സീറ്റ് ലഭിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാരെ പ്രത്യേകിച്ച് പോയി കാണുകയും അവർക്ക് നല്ല ഒരു പൈസ ഓഫർ ചെയ്യുകയും ചില ആളുകൾക്ക് ആദ്യം തന്നെ പൈസ ഒക്കെ കൊടുത്താണ് ഈ ലിസ്റ്റിൽ പോലും വരുന്നത്. ഈ ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടി ഒരു പൈസയുണ്ട്. ലിസ്റ്റിൽ വന്നതിന് ശേഷം സ്ഥാനാർത്ഥിയായി അവസാനം പ്രഖ്യാപിക്കപ്പെടാനും ഒരു എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ. ഇങ്ങനെയൊക്കെ മാത്രമേ അവർക്കും ഈ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം പണ്ടത്തെ പോലെയല്ല വലിയ ഭാരിച്ച ചുമതല. ഇപ്പം 40 ലക്ഷം രൂപയാണ് ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 40 ലക്ഷം രൂപ കൊണ്ടൊന്നും ഒരു ഇലക്ഷനും ഒരു മണ്ഡലത്തിലും ഇലക്ഷനെ നേരിടാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിക്കും പറ്റില്ല നമുക്കറിയാം. അതുകൊണ്ട് സാമ്പത്തികമായി നല്ലൊരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വലിയ വിഷയം ഇവിടെ പ്രധാനമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റിലെ ഇലക്ഷൻ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ആ സ്റ്റേറ്റ് കമ്മിറ്റി വൻ തുക കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ഭരണത്തിൽ മാറി മാറി വരികയാണെങ്കിൽ 2 പാർട്ടികൾക്കും ഈ അധികാരം കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ തുടർച്ചയായി ഭരണത്തിലില്ലാതെ വന്നാൽ പിന്നീട് ഇലക്ഷനെ പോലും നേരിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറും. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്തിനാണ് അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലുള്ള പ്രചരണവും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തല്ലുകൂടൽ പോലും അത് മറ്റൊരു തരത്തിലുള്ള ഒരു പിരിവിനാണ് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം കേരളത്തിൽ LDF ഭരണം തീരാൻ പോകുന്നു, UDF അധികാരത്തിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, ഇനിയല്ല ഇവർ രണ്ടും അല്ല KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവുന്നു, വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, കോൺഗ്രസ് വീണ്ടും ശക്തിപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ സാമ്പത്തിക അടിത്തറ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കൂടി ഉപകരിക്കും നമ്മളിൽ കാണേണ്ടതുള്ളത്.